അപ്പോൾ നമുക്കിന്ന് ഉഴുന്നുവട ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഉഴുന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 3 hours സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 200 gram ഉഴുന്ന് സോക്ക് ചെയ്തെടുത്തതാണിത്. ജസ്റ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ച് 3 hours കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാനൊരു 10 minutes കൂടുതൽ ഡ്രെയിൻ ചെയ്യാനായിട്ട് ഈ സ്ട്രെയിനറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിയിൽ എത്ര ഇട്ടാൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും അതിനനുസരിച്ച് വേണം. നമുക്കിത് രണ്ടായിട്ട് ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇടണം. അത് നമ്മൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന മിക്സി അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 200 gram ഉഴുന്ന്, അതായത് 2 ചെറിയ ഗ്ലാസ്സാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഞാനിപ്പം ഇത് ഗ്രൈൻഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ആദ്യം ഒന്ന് പിന്നെ മിക്സിയിൽ വെച്ച് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല അതിനകത്തൊരു തുള്ളി പോലും. ഇങ്ങനെ തന്നെ അടച്ചു വെച്ച് ഒന്ന് കറക്കി എടുക്കാൻ പോവുകയാണേ. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതേ ഉള്ളൂ. എന്നിട്ടതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഞാൻ ഗ്രൈൻഡ് ചെയ്യാം. അപ്പം ഇനി ഇത് അരയില്ല. അപ്പം ഞാൻ ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒഴിക്കരുത്, 2 ടീസ്പൂൺ. പിന്നെ ഇതിൻ്റെ വ്യത്യാസം നമ്മുടെ ഓരോരുത്തരുടെ മിക്സിക്ക് അനുസരിച്ച് ഇത് വ്യത്യാസം വരും. കുറേ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിനകത്തിട്ട് അരച്ചാലും കുഴപ്പമില്ല. വീണ്ടും ഞാനൊരു 2 ടീസ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പം ഞാൻ 1/4 കപ്പ് വെള്ളം, ടോട്ടൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലും കൂടുതൽ ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് മാക്സിമം ആണ് ഒരു 1/4 കപ്പ് വെള്ളം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ അനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിനി നമ്മളിങ്ങനെ തന്നെ ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ അതേ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് കട്ടയൊന്നുമില്ല, ഒരു നല്ല സോഫ്റ്റ് തന്നെ ആയിട്ടുണ്ട്. അപ്പം ഇത്രയും മതി. ഇങ്ങനെയാണ് നമ്മുടെ ഉഴുന്ന് അരഞ്ഞിട്ട്. അപ്പം ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരുവിധം എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഉഴുന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഓരോ മിക്സിക്കകത്തും ഓരോ അളവിലെടുക്കണ്ടേ. അപ്പോൾ എത്ര അരഞ്ഞു വരുമോ അത്രയും എടുത്തിട്ട് നമ്മൾ 2 ടീസ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് അരച്ച് കഴിഞ്ഞ് പിന്നെ 2 ടീസ്പൂൺ ഒഴിക്കുക, പിന്നെ 2 ടീസ്പൂൺ ഒഴിക്കുക. അങ്ങനെ ഒരു 1/4 കപ്പ് വരെ വെള്ളം ഇത്രയും ഉഴുന്നിന് നമുക്ക് ഒഴിക്കാം. അത് ഒഴിച്ചാൽ മാത്രമേ നമുക്ക് അരഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ കണ്ടോ, ഒരു 1/4 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ കറക്റ്റാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മിക്സി നമുക്ക് അരയ്ക്കുന്നവർക്ക് അറിയാമല്ലോ വ്യത്യാസം. അതിനനുസരിച്ച് മാറ്റിയെടുക്കുക. വെള്ളം ഒരുപാട് ഉണ്ടാവരുത് മാത്രം. ഇത് ഞാൻ ഒറ്റയടിക്ക് അങ്ങനെയല്ല, മിക്സി ഒരു 10 സെക്കൻഡ് വെച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്താണ് പിന്നെ അരച്ചെടുത്തത്. ഒറ്റയടിക്ക് അരയ്ക്കാൻ നോക്കിയാൽ ഒരിക്കലും അരഞ്ഞു കിട്ടില്ല. ഇതൊരു ബൗളിലേക്ക് ഇങ്ങനെ എടുത്തിടുന്നുണ്ട്. തീരെ നമ്മൾ വെള്ളമില്ലാണ്ട് ഉഴുന്ന് അരയ്ക്കാൻ പറ്റില്ല. അങ്ങനെ അരച്ചെടുത്താലും ഭയങ്കര കട്ടിയായി പോകത്തേ ഉള്ളൂ നമ്മുടെ ഉഴുന്നുവട. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പം ചെറുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ചോപ്പറിലേക്ക് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നിങ്ങ് കറക്കിയെടുക്കുമ്പോൾ നല്ല ചെറുതായിട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തന്നെ ഇത് ഇച്ചിരി വലുതാണ്. ചെറിയൊരു ഉള്ളി മതി, അല്ലെങ്കിൽ ഒരു ഉള്ളീൻ്റെ പകുതി മതി. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇത്തിരി ഇങ്ങ് മാറ്റി, ഒരു മീഡിയം സൈസ് ഉള്ളിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി ഇങ്ങ് മാറ്റി. പിന്നെ ഇത് ഇത്രയും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു പീസ് ഇഞ്ചി വേണം. അപ്പം ഇഞ്ചി ഞാൻ ഓൾറെഡി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഞ്ചി ഇതിനകത്ത് ഇടണ്ട. അല്ലെങ്കിൽ ഒരു പീസ് ഇഞ്ചിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തെടുക്കാം. നമുക്കിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ഇഞ്ചി അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതേ ഞാൻ ചോപ്പറിനകത്തിട്ട് എല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്തു. അപ്പോൾ നമുക്കിരുന്ന് കുരുകുരുന്ന് അരിയണമെങ്കിൽ വലിയ പാടല്ലേ, അതുകൊണ്ട് ഞാനിതിങ്ങനെ ചെയ്യണേ. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചോപ്പറിനകത്തല്ല ഇടണമെങ്കിൽ നമ്മൾ ഓരോന്നും ചെറുതാക്കി അരിഞ്ഞെടുക്കുക, അത്രേ ഉള്ളൂ വ്യത്യാസം. ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി ഞാൻ ഇടുന്നുണ്ട്, പൊടിയായിട്ട് അരിഞ്ഞത്. അതായത് ഞാൻ ചോപ്പറിനകത്തിട്ട് റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഇതേ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഇത് അതേപോലെ ഒരു കുറച്ച്
കുരുമുളകാണ്, പെപ്പർ, ഇതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെ മിക്സായി കിട്ടിയാൽ ഇതിങ്ങനെ നമ്മൾ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ എടുക്കണം. അപ്പോഴാണ് ഇതിനകത്തേക്ക് എയർ കയറിയിട്ട് ഇത് നല്ല എന്താ പറയുക, നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഉള്ളിലൊക്കെ ഇങ്ങനെ എയർ ഉണ്ടായി നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. ഉഴുന്നുവട നമുക്ക് റെഡിയാക്കി കിട്ടാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ്സ് വയ്ക്കാം, അത്രേ ഉള്ളൂ. അതിലും കൂടുതൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനെ തന്നെ എണ്ണ ചൂടാക്കി നമ്മൾ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലതായിട്ട് വരും. ഇപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെക്കുന്ന ആ സമയം ഇത് ഇവിടെ ഒന്നിരിക്കുക. എണ്ണ ചൂടായി വരുന്ന സമയം അതുവരെ ഇത് കവർ ചെയ്ത് വെക്കാം നമുക്ക്. അപ്പം ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാവുന്നവരെ നമ്മുടെ ഉഴുന്ന് ഇങ്ങനെ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം മാക്സിമം 10 മിനിറ്റ്സ് വെച്ചാൽ അതിലും കൂടുതൽ ഈ ഉഴുന്നുവടയ്ക്ക് ഇത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇത് റെഡിയായെന്ന് പറഞ്ഞാൽ ചെറിയൊരു പരീക്ഷണം. ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പൊന്തി വന്നാൽ അത് കറക്റ്റാണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മുടെ ഉഴുന്നിൻ്റെ മാവ് നല്ല റെഡിയായിട്ട് ഇങ്ങനെ ഉണ്ട്. നമ്മൾ വെള്ളത്തിയിട്ട് നോക്കി കറക്റ്റാണ്. പിന്നെ ഉപ്പും കൂടെ നോക്കണം കേട്ടോ ഈ സമയത്ത്. ഉപ്പൊക്കെ കറക്റ്റാട്ടോ. അപ്പം ആദ്യം ഞാൻ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എൻ്റെ കൈ ഒന്നത് ഇങ്ങനെ ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട്. നോർമൽ വാട്ടറാണ് ഇത്. എന്നിട്ടാണ് ഞാൻ ഈ മാവ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. സിമ്മിലിടണം നമ്മുടെ ഫ്ലെയിം, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഉൾഭാഗം വെന്ത് കിട്ടില്ല. നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഹാഫിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ അത് മുരിഞ്ഞു കിട്ടും. വളരെ ഷേപ്പ്ലെസ് ആയിട്ടാണ് പൊന്തി വരുന്നത്. എന്നാലും ഒരു കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വട ഇങ്ങനെ റെഡിയായിട്ട് ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇത് ചെറുതായിട്ടിരിക്കുന്നത് കണ്ടോ. ഈ കളറാകുമ്പോൾ നമ്മളിങ്ങ് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഷേപ്പ് ഉണ്ട്. ഒത്തിരി വലിപ്പമുള്ള വട കയ്യിൽ ശരിയായി വരില്ല, അതാണ് ചെറുതായിട്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് വന്ന് കാണുന്ന കുറേ പേരുണ്ട്, കമൻറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് എല്ലാവരും ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു, ആരെയും കാണുന്നില്ല. എന്നാലും ഒരാളെക്കുറിച്ച് എനിക്ക് പറയണം. ഒരു വിവേക് കാർത്തികനുണ്ട്, എന്നും വന്ന് എനിക്ക് കമൻറ്റൊക്കെ പറയും. എന്നും എൻ്റെ അടുത്ത് എപ്പോഴും വീഡിയോനെ കുറിച്ചൊക്കെ അഭിപ്രായമൊക്കെ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല, വഴക്കാന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞായിരുന്നു വിഷുവിന് ഒരു വീഡിയോ ഉണ്ടാക്കിയിടണം, വിഷു ആഘോഷിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വിഷുവിന് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. ഒരു പായസം പോലും ഞങ്ങൾ ഉണ്ടാക്കിയില്ല, അത്ര ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് വിഷുവിൻ്റെ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പം വിവേക് സോറി കേട്ടോ, പിണക്കൊക്കെ മാറ്റി വന്ന് വീഡിയോ കാണണേ. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ പുറത്ത് വശം നല്ല ക്രിസ്പിയും ആകും സോഫ്റ്റും ആയിട്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ. എനിക്കിങ്ങനെ കഴിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പം കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാൻ മറക്കരുത്. അതേപോലെ ഫോട്ടോസൊക്കെ അയച്ചു തരണം. അയച്ചു തരുന്നവരുണ്ട്, അതേപോലെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിൽ പിങ് ചെയ്യാം. അപ്പം ഞാൻ നെക്സ്റ്റ് ഡിഷായി വരുന്നവരെ ബൈ.